നാടകം കാണാനെത്തിയ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കേരള കൾച്ചറൽ ഫോറത്തിന്റെ അഭിവാദനങ്ങൾ. അടുത്ത ഒരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുന്നതായിരിക്കും. അതിനു മുമ്പായി ദയവായി നിങ്ങളുടെ മൊബൈൽ ഫോൺ സൈലന്റ് മോഡിലാക്കി വെക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കേരള കൾച്ചറൽ ഫോറം കൊൽക്കത്ത അവതരിപ്പിക്കുന്നു ലക്ഷ്മി അഥവാ അരങ്ങിലെ അനാർക്കലി. രംഗത്ത് ടി അജയ്കുമാർ, കുര്യൻ തിരുവഞ്ചൂർ, ഇ ഗോപാലകൃഷ്ണൻ, സുജിത് കുമാർ നായർ, എൻ സി ചാക്കോ, മണികണ്ഠൻ കൃഷ്ണൻ, സുരേഷ് കുമാർ പി, ദിനേശൻ എം വി, ശശികല ജി നായർ, രവി എം നായർ, ശ്രീതു ദീപു, പി ജി കെ നായർ, ജോസ് മാത്യു, മൻസൂർ ഇഷാസ്, എൻ പി വാസുദേവൻ നായർ, ഹരികൃഷ്ണൻ നമ്പൂതിരി കെ കെ, ഹരിനാരായൺ, സി ജ്യോതി ജയകുമാർ, പ്രിയ മനോജ്, എൻ കെ സുരേഷ് കുമാർ, സി നാരായണൻ. പിന്നണിയിൽ ഗീതാ സുധൻ, മനോജൻ ടി, സഞ്ജയ് പി എൻ, കെ മോഹനൻ നമ്പ്യാർ, മിനി ബിജുരാജ്, അമ്പിളി മോഹൻ, നിവേദിത മനോജ്, സജികുമാർ. സംഗീതം കോഴിക്കോട് സങ്കീർത്തന. സംഗീത നിയന്ത്രണം മണി മേനാഥ്. പശ്ചാത്തല ദീപം അലങ്കാരം ഹരി നമ്പ്യാർ. ഏകോപനം ടി രവീന്ദ്രൻ. നാടക രചന ഹേമന്ത് കുമാർ. സംവിധാനം പി കെ ശശി. ആസ്വാദനത്തിന്റെ സുതാര്യതയ്ക്ക് ചില ആമുഖങ്ങൾ നല്ലതാണ്. മലയാള സംഗീത നാടക രംഗത്തേക്ക് ആദ്യമായി പെൺവേഷം കെട്ടി പാടി അഭിനയിക്കാനെത്തിയ ആദ്യ അഭിനേത്രിയും ഗായികയുമായ പള്ളുരുത്തി കെ എൻ ലക്ഷ്മി എന്ന അതുല്യ കലാകാരിയുടെ ജീവിത സാഹചര്യങ്ങളാണ് ഈ നാടകം. ഒപ്പം പുതിയ കാലത്തിന് അത്രയേറെയൊന്നും പരിചിതമല്ലാത്ത തമിഴ് മലയാള സംഗീത നാടകങ്ങളുടെ സമൃദ്ധമായ നാടകകാലത്തെക്കുറിച്ചുള്ള ഓർമ്മയും ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഈ നാടകം. നാടകത്തെക്കുറിച്ചുള്ള ഗൗരവമാർന്ന ചർച്ചകൾ എപ്പോഴും ആദ്യ നാടകം എന്ന് പറയപ്പെടുന്ന 1866 എഴുതപ്പെട്ട അഭിജ്ഞാന ശാകുന്തളത്തിൽ തുടങ്ങി 1929 രചിക്കപ്പെട്ട നവോത്ഥാന നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകത്തിലെത്തി മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ അതിനിടയിൽ അധികം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒന്നാണ് മലയാളത്താന്മാരുടെ സാമാന്യ ജീവിതവുമായി പാട്ടും പേച്ചും അത്രമേൽ അടുത്തു നിന്നിരുന്ന തമിഴ് മലയാള സംഗീത നാടകകാലം. സ്വാതന്ത്ര്യത്തിന് മുമ്പ് അവിഭക്ത കേരളത്തിൽ തന്നെ നിരനിരയായുള്ള നാടക കൊട്ടകങ്ങളിൽ ആളുകൾ നിത്യവും നാടകം കാണാൻ തിങ്ങി നിറഞ്ഞ കാലം. പണിയാളർ പോലും അധ്വാനത്തിലൊരു വിഹിതം എന്നും നാടകം കാണാൻ നീക്കിവച്ചിരുന്ന, നാടകം കാണാതെ ഉറങ്ങാൻ വയ്യെന്ന് വിമിഷ്ടപ്പെട്ടിരുന്ന നാടകാസ്വാദനത്തിന്റെയും പ്രൊഫഷണൽ നാടകത്തിന്റെയും കൃത്യമായൊരു തുടക്കക്കാലം. ബബല്ലൻ, കുട്ടീശ്വരൻ സെറ്റ്, രാമഡു സെറ്റ് തുടങ്ങിയ തമിഴ് സെറ്റുകളിലെ തനി തമിഴ് നാടകങ്ങൾക്കൊപ്പം തന്നെ തമിഴ് പാട്ടും മലയാള പേച്ചുമുള്ള അർദ്ധ മലയാള നാടകങ്ങളും അരങ്ങുപാടിരുന്ന കാലം. ഓച്ചിറ വേലുക്കുട്ടിയും സെബാസ്റ്റ്യൻ കുഞ്ഞു ഭാഗവതരും അഗസ്റ്റിൻ ജോസഫുമെല്ലാം അരങ്ങിൽ നിറഞ്ഞു നിന്ന വല്ലാത്തൊരു നാടകകാലം. ആടിവരുവായ് പുകനേ ഷൺമുഖനേ, ആടിവരുവായ് പുകനേ ഷൺമുഖനേ, ആടിവരുവായ് പുകനേ ഷൺമുഖനേ, ആടിവരുവായ് പുകനേ ഷൺമുഖനേ, ഓടിവരുവായ് മയിലേറി മയിലേറി വരുവായ്, ആടിവരുവായ് പുകനേ ഷൺമുഖനേ, ഓടിവരുവായ് മയിലേറി മയിലേറി വരുവായ്, ആടിവരുവായ് പുകനേ. ആടിവരുവായ് പുകനേ, ആടിവരുവായ് പുകനേ.
സനി സനിധ ഗരി സനിധ സനിധ ഗമനിസ ആടി വരുവായുകനേ അക്കാലത്തെ മലയാളിയുടെ ആസ്വാദനത്തെ ഭരിച്ചിരുന്ന തമിഴ് സംഗീത നാടകങ്ങളെ വിപ്ലവകരമായി അട്ടിമറിച്ച ശുദ്ധ മലയാള നാടകമായിരുന്നു മഹാകവി കുമാരനാശാന്റെ കരുണ ഖണ്ഡകാവ്യത്തെ ആസ്പദമാക്കി സ്വാമി ബ്രഹ്മവ്രതൻ രചിച്ച കരുണ അഥവാ വേശ്യാനിർവാണം. നാടകം കാണാൻ സാധാരണക്കാർക്ക് തറട്ടിക്കറ്റ്, സ്ത്രീകൾക്ക് പ്രത്യേക തറട്ടിക്കറ്റ്, ഇടത്തരക്കാർക്ക് ബെഞ്ച്, നാട്ടുപ്രമാണിമാർക്ക് കസേര. അങ്ങനെ അക്കാലത്തെ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങളോട് കടപ്പെട്ടു തന്നെയായിരുന്നു കൊട്ടകകളിലെ ഇരിപ്പിടങ്ങളും. ഇവിടുത്തെ കാത്ത് കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരിക്കുകയാണ് കണികാര്യത്വമായ ആസ്വാദത്തിയത്. ഇനി ഒരു പക്ഷേ ധനമില്ലായ്മയായിരിക്കുമോ ആ ബുദ്ധകുമാരൻ വരാൻ പഠിക്കുന്നതിന്റെ ഹേതു? എന്ന് വെച്ചാൽ ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചത് ധനം മോഹിച്ചാണെന്ന് ആ വിഷു ധരിക്കുന്നതല്ലേ? പണം പറ്റി പ്രണയം നൽകുന്ന ഒരു അഭിസാരികയായി തന്നെയല്ലേ അദ്ദേഹം തന്നെ ഗണിച്ചിരിക്കുന്നത്? അതെ, അതുകൊണ്ട് തന്നെയാണ് മറുപടി. സമയമായില്ല, സമയമായില്ല, സമയമായില്ല എന്ന മറുപടി. സമയമായില്ല പോലും, സമയമായില്ല പോലും, ക്ഷമയുടെ ഹൃദയത്തിൽ ഒളിഞ്ഞു തോഴി. ഗുണബുദ്ധിയാൽ ഞാൻ തോഴി കൊതിപ്പതോമളന്റെ ഹൃദയം മാത്രമാണെന്നു പറഞ്ഞില്ലേ? പണമല്ല, ഒന്നല്ല, ഒരു ചെറു ധാന്യം പോലുമല്ല. പ്രണയം, പ്രണയം മാത്രമാണ് ഇവളോട് കൊതിക്കുന്നതെന്ന് പറയാമായിരുന്നില്ല തോഴി. കുമാരി, സമയമല്ല പോലും, സമയമല്ല പോലും. ഇത്രമേൽ അത്തിച്ചിട്ടും ഉപഗുപ്തൻ ഈ ഉള്ളവളെ കാണാൻ വരാൻ സമയമായില്ലെങ്കിൽ ഇനി എന്ന് ഈ വാസവത്തിൽ പക്കടയിലേക്ക് എത്തുന്നോ സമയമാകുന്നത്? അതോ യവനോ അഭിലാഷങ്ങളിലേക്ക് എച്ചടങ്ങി വാർദ്ധക്യമെന്ന് അറിഞ്ഞതിന് ശേഷമോ? അരങ്ങും ആസ്വാദകനും തമ്മിലുള്ള അകലം അത്ര കണ്ട് കുറവായിരുന്നു ആ കാലത്ത്. ഒട്ടും കലവറയില്ലാത്ത ആത്മബന്ധം അവർക്കിടയിൽ നിലനിന്നിരുന്നു. നാടകത്തിനിടയിൽ തന്നെ നേരിട്ട് അഭിനന്ദിക്കാനും പാരിതോഷികങ്ങൾ നൽകാനും നാടകപ്രിയർ മത്സരിച്ചു. കോൾമയിർ കൊള്ളുമോർക്കുമ്പോൾ കഠിനമയ്യോ മുറിച്ചു ഭൂമിയിലെറിഞ്ഞതാരി പൂവലങ്കങ്ങൾ. വാസവദത്തതാനിവൾ, ഇവൾ താൻ മലർമുറ്റത്തു വാസരാന്ത്യത്തിൽ നാം കണ്ട വിശ്വമോഹിനി.
മറ്റേതാണ് സഹോദരി. നീ വേശ്യാവൃത്തി അനുഷ്ഠിച്ച ഒരു ഗണികയായിരുന്നു എന്നുള്ളത് നേരിടും. പിന്നീട് നീ ഒരു കൊലപാതകമായി പാപം ചെയ്തു പോയത്. സദ്വാക്കുകൾ ഗ്രഹിച്ച് ശാന്തി നേടാൻ ഈ സമയം ബാക്കിയില്ലല്ലോ എന്ന് ആരും ദുഃഖിക്കാൻ നിമിഷങ്ങൾ ബോധോദയം തേടി മനുഷ്യന് അന്ധകാരത്തിൽ നിന്നും പാപമുക്തി നേടി നിർമ്മാണം പ്രാപിക്കും. അതിനാൽ പ്രിയ സോദരി, നീ ഈ വാക്കുകൾ ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി. കുമാരി! 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 കൊച്ചിയിലെ മാന്യജനങ്ങളെ, കൊച്ചി പൊന്നു തമ്പുരാന്റെ ഒരു എളിയ സേവകനായ കീഴൂട്ട് തമ്പുരാനെന്നല്ല ഈ വേദിയിലേക്ക് കയറി വന്നത് ഈ മുൻനിരയിൽ ഇരുന്ന് നാടകം കാണുന്ന കൊച്ചി മഹാരാജാവിന്റെ ധർമ്മദാനമായ ലക്ഷ്മിക്കുട്ടി നെയ്ത്താരമ തിരുവടികളുടെ നിർദ്ദേശപ്രകാരമാണ്. പാട്ടും നടനവും വേഷഭൂഷാദികളും എല്ലാം നെയ്ത്താരമയ്ക്ക് നന്നേ തോന്നിച്ചു എന്ന് അറിയിക്കുന്നു. വിശിഷ്യ ഭൂതമിച്ചുവായി അഭിനയിച്ച ഈ നടികൻ ശ്രീ സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഭാഗവതരുടെ നടനം, ആലാപനം, സംഭാഷണ ശുദ്ധി എല്ലാം നെയ്ത്താരമയ്ക്ക് നന്നേ ബോധിച്ചു എന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഈ പറഞ്ഞ അഭിനന്ദനങ്ങൾക്ക് പുറമെ ഭാഗവതരുടെ വിശേഷ കലാസിദ്ധികൾക്കുള്ള പ്രത്യേക പ്രോത്സാഹനവും സമ്മാനവുമായി ഈ വല്ലുവാൾ ഭാഗവതർക്ക് സമർപ്പിക്കുവാൻ നെയ്ത്താരമ നമ്മെ ചട്ടം കിട്ടിയിരിക്കുകയാണ്. നന്ദി. മഹാരാജാവ് തിരുമനസ്സിലും അമ്മ തിരുമനസ്സിലും കലാദേവതയ്ക്കും ജനങ്ങൾക്കും പിന്നെ എന്റെ ഈ സഹപ്രവർത്തകർ എല്ലാവർക്കും 1000 നമോവാണ്. തുടർന്നുകൊണ്ട് നമ്മുടെ കീഴോട്ട് നമ്പിയാർ ഈ സ്റ്റേജിലേക്ക് വരണുണ്ടപ്പോ വേലുക്കുട്ടി അഭിനന്ദിക്കാനാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. അത് അങ്ങനെയാണല്ലോ പതിവ്. എന്നെ മുന്നിൽ വെച്ചിട്ടുള്ള വരവാന്ന് പറഞ്ഞപ്പോ ഞാൻ എങ്ങനെ ശരിക്കും അതിശയിച്ചു പോയി. അയ്യോ, എനിക്കൊരു അതിശയം തോന്നിയില്ല. കാരണം എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു എന്തായാലും എന്നെ അന്വേഷിച്ചത്. ഞാൻ ഇവിടെ കിടന്ന് അയ്യോ അമ്മേ കുമാരി എന്നൊക്കെ ചത്ത് കിടന്ന് അഭിനയിച്ചാലും വാസവദത്തിന് ഉത്തരവില്ലാതെ എന്നെ ഒരു പട്ടിച്ചാത്തിൽ ഗവനിക്കാൻ പോണില്ല എന്ന്. അത് പിന്നെ ഈ നാടകത്തിന്റെ കഥയുടെ ഘടന അങ്ങനെയല്ലേ കിടക്കണ എന്റെ ചവറ ഏതായതാ. ഏത് നിലയ്ക്ക് എന്ത് ഘടന? നിനക്ക് കാര്യം അറിയോ? എനിക്ക് കിട്ടാത്ത കാര്യം ആരോട് പറയാൻ? നമ്മുടെ കുമാരനാശാൻ എഴുതിയ കരുതയില് വാസവദത്തിനുള്ള പ്രാധാന്യം കൂടുതൽ തോഴിക്കാണത്രേ. ആണല്ലേ? നമ്മുടെ സ്വാമി അത് നാടകമാക്കിയപ്പോ എന്തോ വാസവദത്തിന്റെ പ്രാധാന്യം കൂടി
കണ്ട പാരിതോഷികവും വെളികളും ഒക്കെ വെള്ളത്തിലാവുകയും ചെയ്യും. നീ ആ പറഞ്ഞ തോഴിക്ക് പ്രാധാന്യമുള്ള കരുണ എഴുതിയത് മഹാകവി കുമാരനാശനായില്ല, വേറെ ഏതെങ്കിലും ആശാകുമാരനാവും. അല്ലേ ഈ കുമാരനാശൻ നിന്നെ ചെണ്ടാലവാസി കുമാരനാശൻ ചണ്ടാല ദേവികയാണ്, ചണ്ടാല ഭിക്ഷുകി, മനസ്സിലായോ? അത് പറ, എന്തോ ഒരു കീഴുണ്ടെന്ന് എനിക്ക് അറിയാമേ. വലിയ ആളുകൾക്ക് സമ്മാനം കിട്ടുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. അതിനൊക്കെ യോഗവും വേലുക്കുട്ടിക്ക് ഭാഗവതം അത് വേണ്ടുവോളും എനിക്കത് ഉണ്ടായിട്ടുണ്ട്. അല്ല, ഞാനതിതുവരെ ആഗ്രഹിച്ചിട്ടുമില്ല. അയ്യോ, ആഗ്രഹിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത്തരത്തിൽ കാര്യങ്ങൾ ഇല്ലാതെ ചെയ്യുന്നത് കണ്ണിച്ചൊരയില്ലാത്ത ആരാച്ചാല്, രക്തതാങ്ങിയായ കാട്ടാളൻ, ദുഷ്ടൻ. പിന്നെ ഈ നാടകത്തിൽ തന്നെ ഇങ്ങനെ ചെയ്ത വേഷം എന്താ? ചമീനും പെൺകൊന്നതായ പണക്കാരൻ ചെട്ടിയാര്. സമ്മാനം കിട്ടിയില്ലല്ലോ, ആടി കിട്ടത് ഭാഗ്യം തന്നെയാണ്. സത്യം, അത് സത്യം. നിക്കണേ, എനിക്ക് പിന്നെ അതിന് പറ്റില്ല. തോഴിയെങ്കിൽ തോഴി. ഓ, എന്റെ പൊന്നോ. നല്ലൊരു നായകനെ സൃഷ്ടിക്കുന്നതില് പ്രതിനായകന്റെ പങ്ക് ചെറുതല്ല. പലപ്പോഴും പ്രതിനായകനോടുള്ള വെറുപ്പാണ് നായകന് കിട്ടുന്ന കൈയടി. ഇന്ന് മധ്യതിരോധാനുള്ള വില്ലൻ വേഷക്കാരുടെ ഇടയിൽ പ്രേക്ഷകർക്ക് നിന്നോളം വെറുപ്പും വിദ്വേഷമൊക്കെ സൃഷ്ടിക്കാൻ പോകുന്ന വില്ലൻ വേഷക്കാരില്ല എന്റെ സാമൂല്. അതെ, ഇത് ഞാൻ ഭംഗിവാക്ക് പറഞ്ഞതല്ല, മനസ്സിൽ തന്നെ പറഞ്ഞതാ. ഇതിൽ കൂടുതൽ എന്ത് പുരസ്കാരമാണ് എന്നെ പോലുള്ളവർക്ക് വേണ്ടത്? നല്ല വാക്ക് വന്നത് ആരുടെ നാവിൽ നിന്നാണ്? അഭിനയത്തിന്റെയും പാട്ടിന്റെയും കുലപതി സഭാഷ്യം കുഞ്ഞിന് ഭാഗത്ത് നാവിൽ നിന്നോ? സന്തോഷം ഭാഗത്തിന് സന്തോഷം. എന്റെ കുഞ്ഞോ, എന്നാ പ്രഹസനമാ ചാമൂലേത്? എന്റെ കുഞ്ഞോ, ഭാഗത്തൊക്കെ ഒരു കാര്യം അറിയാം. ഈ നാടകത്തിലെ ചെക്കാരി രംഗത്ത് വരുമ്പോ അട്ടി കൊടുക്കണം ആ പല്ലിന്. ഇത് പെണ്ണുങ്ങൾ പല്ലിന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനകത്ത് ഇല്ലത്തരവൊന്നും പോലെ പെണ്ണെടുത്ത മാത്രമല്ലേ ഉള്ളൂ. ഒരു 3-4 കൊലപാതകം, സ്ത്രീകളെ കാലുമടക്കി ചവിട്ടുക, കഴിവെക്കുക, നിരപരാധികളുടെ കഴുത്ത് വെട്ടുക, അങ്ങനെ കൊടും വില്ലത്തരങ്ങൾ കാണിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകണം. ഇതെല്ലാം ചെയ്തും പറഞ്ഞും ജനത്തിന്റെ സകല പ്രാക്കും വിരോധവും വാങ്ങിയതിന് ശേഷം നായകന്റെ കൈകൊണ്ട് ചാവുന്നുള്ള ആ സുഖമുണ്ടല്ലോ, അത് മനസ്സിലാവണമെങ്കിലേ വേഷം തന്നെ ചെയ്യണം. അല്ലാതെ പെൺവേഷം കിട്ടിയ കിട്ടില്ല. എവിടെ നമ്മുടെ അടുത്ത നാടകം ശ്യാമന്റെ ദാഹവും മോഹവും മതിയാവോളം മാറ്റും. സ്വാമി ബ്രഹ്മവദൻ നമുക്ക് വേണ്ടി രാമായണ നാടകം എഴുതി തുടങ്ങി. ഭാഗവതർ രാമൻ, മോച്ചുര വേലിക്കുട്ടി, സീത, പിന്നെ സകല വില്ലത്തരത്തിന്റെയും ഒറ്റ വാക്കായ രാവണനെയാണ് താൻ അവതരിപ്പിക്കുന്നത്. അതെ, നിറഞ്ഞു. സീതയെ തട്ടിക്കൊണ്ടുപോക്കലും ജടായുവിന്റെ ചെറിയലും വാനരപ്പടകളെ കൊന്നുതള്ളലും കൂട്ടക്കുരുതിയും ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? ശ്രീരാമൻ കൊല്ലുന്നത് വരെ രാവണൻ എന്തൊക്കെ കാട്ടിക്കൂട്ടിയോ അതൊക്കെ തനിക്കും ശ്വാസം ഉണ്ടാകും. ഒന്ന് കഴിഞ്ഞ പിന്നെ അഭ്യാസവും നടക്കില്ല. അത് മതി, അത്രയും ഉണ്ടായാൽ മതി. അതെ മുരളി, എന്റെ വേഷം പിന്നെ തൊഴിൽ തന്നെ ആയിരിക്കില്ലയോ? ഇത് മുറ്റു വേഷമാണ്. രാവണന്റെ ഭാര്യ മണ്ഡോദരി. ഓ, മണ്ഡോദരി മണ്ഡോദരി, അല്ലാതെ തോഴിയുന്നോ കോഴിയുന്നോ എന്നൊന്നും അല്ലാതെ കഥാപാത്രത്തിന് സ്വന്തം പേര് പേരുണ്ടല്ലോ, അത് തന്നെ ധാരാളം. ഓ, ധൈര്യം തോന്നട്ടെ. ഇവരാരും പത്രക്കാരല്ലാതെ. അതെ, നാട് കഴിഞ്ഞ ഒരുവിധ ആളുകളൊക്കെ പോയല്ലോ. അമ്മച്ചി എന്താ വരാൻ വൈകിയത്? നിങ്ങളുടെ കൂട്ടത്തിലൊരാളെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. എന്നായിരിക്കില്ല? അല്ല, എനിക്കറിയാം. പിന്നെ ഈ കൂട്ടത്തിൽ ഇത് ഉപകരണു
ആ ഗുപ്തനായി അഭിനയിച്ച സെബാസ്റ്റ്യൻ കുഞ്ഞു ഭാഗവത്. ആ അമ്മച്ചി, ഇത് ചെട്ടിയാരായി അഭിനയിച്ച തുരുത്തുമേ ശ്യാമു. എനിക്കറിയാം. എന്നെയല്ലോ, ഞാൻ ഈ നാടകത്തിലെ ആവാസനാണ്. ഇല്ല, ഇത് ഫ്രാൻസിസ് ചെമ്മണി മുതലാളി. ഈ നാടകത്തിൽ വേഷമൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങളൊക്കെ ഇനി ചെയ്യാൻ പോകുന്ന സേവാദള നാടക സമിതിയുടെ ഉടമസ്ഥനാണ്. ഞാൻ നോക്കുന്നത് പാവം പെൺകൊച്ചിനെയാ. എല്ലാരും കൂടി കൊലയ്ക്ക് കൊടുത്തില്ലേ അതിനെ? വരവ് കണ്ടപ്പോഴേ തോന്നിയായിരുന്നു. അല്ല, ആ പാവം പെൺകൊച്ച് എവിടെ അവരെ? ആ പാവം പെൺകൊച്ചിനെ ആരാധകരൊക്കെ കൂടി പൊക്കിക്കൊണ്ടുപോയി സൽക്കരിച്ചോണ്ടിരിക്കുക. അപ്പൊ ആളോട് ഇനി അതിനെ ദ്രോഹിച്ചു മതിയായില്ലേ? എനിക്കൊന്ന് കാണണം അതിനെ. കണ്ട് നല്ല വാക്ക് പറഞ്ഞ് അതിനെ ഒന്ന് ആശ്വസിപ്പിക്കാനാ. അല്ല, ശരിക്കും ആ പെൺകൊച്ചിന്റെ പേരെന്താ? അത് നമ്മുടെ ഓച്ചിറ വേലുക്കുട്ടി. അതെ അമ്മച്ചി, അതാണ് നാടകത്തിലെ മഹാത്ഭുതം. പെണ്ണിനേക്കാൾ പെണ്ണത്തമുള്ള അരങ്ങിലെ പെൺനടൻ ഓച്ചിറ ശിവപ്രസാദ് വേലുക്കുട്ടി. കുഞ്ഞിനോട് വന്നേ, അമ്മച്ചിനെ കാണാൻ വന്നില്ലോ. ആ പാവം പെൺകൊച്ചെ ഇതാണോ അമ്മച്ചി? അമ്മച്ചിയെ എന്നാ കേട്ടു വിശേഷം? തൂവകയല്ലേ? മക്കളൊക്കെ നന്നായി നോക്കുന്നില്ലേ? അപ്പന്റെ അനുഗ്രഹം കൊണ്ട് അമ്മച്ചിയുടെ കാര്യമൊക്കെ വലിയ ഇരക്കമില്ലാതെ പോകുന്നില്ലേ? അല്ല, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ ദുഷ്ടന്മാരെ കയ്യും കാലും തല്ലി ഒടിച്ച പോലെ നടിച്ചപ്പോ വേഗമൊന്നും തട്ടിയില്ലല്ലോ അല്ലേ നോക്ക്? അല്ല, മോനെ മോനെ അങ്ങനെ വിളിച്ചാ മതിയെ പറ്റി അത് കേൾക്കുന്നതായിരിക്കും ഇഷ്ടം. കേട്ടോ ഫ്രാൻസിസ് മലയാളി, മലയാളിക്കരയിലെ അമ്മമാരെന്ന് ഓളായിക്കൊണ്ട് സ്നേഹിക്കണം. സഹോദരിമാരെന്നെ മൂപ്പുറമൊക്കെ ചേച്ചിയായി അക്കച്ചിയായി കാണുന്നത്. ആഫ്രിക്കമാരുണ്ടല്ലോ, അവന്മാരെന്നെ കാവിനിയായി പൊണ്ടാനിയായി കാണും. അതുകൊണ്ട് എന്റെ പോന്റെ അമ്മച്ചി മോളേന്ന് വിളിച്ചാ മതി. അതാ എനിക്ക് ഇഷ്ടം. ഇതെന്നെ എന്റെ എറണാകുളത്തപ്പാ ഏത് ജന്മത്തിലെ സുഹൃതമോ എന്നോ ആരിപ്പോയി കിളവിക്ക് മുത്തത്തെ തന്നത്. മനസ്സ് നിറഞ്ഞു കേട്ട. എന്നാ എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ട. ഇതിരിക്കട്ടെ, അമ്മച്ചിക്ക് മുറുക്കാൻ മേടിക്കാൻ. അയ്യോ വേണ്ട കുഞ്ഞെ, അപ്പന്റെ അനുഗ്രഹം കൊണ്ട് ഇതിനൊന്നും അമ്മച്ചിക്ക് ഒട്ടില്ല. എന്നാലും ഇരിക്കട്ടെ, എന്റെ അമ്മച്ചിയുടെ മോളെ സന്തോഷത്തിന് വാങ്ങിച്ചോ അമ്മച്ചി. ഇഷ്ടം പോലെ ദമ്പതി കൈവശമുള്ള ആളാ. വാങ്ങിച്ചു. നായകനായ ഭാഗവതരേക്കാൾ 10 ഇരട്ടി ശമ്പളം കൂടുതൽ വാങ്ങുന്ന നായിക. പിന്നെ എന്നാത്തിന് അമ്മച്ചി വാങ്ങിക്കാതിരിക്കുന്നത്? അതെ, വല്ലവർക്കൊക്കെ പോയിക്കോട്ടെ കാശ. അമ്മച്ചിക്ക് കൊടുത്തു വിട്ടു. അതെ അമ്മച്ചി, വേലുക്കുട്ടി പറഞ്ഞ പോലെ സ്വന്തം മോള് തരുന്നാണ് കരുതി. വാങ്ങിച്ചാട്ടെ, വാങ്ങിച്ചാട്ടെ, വാങ്ങിച്ചാട്ടെ. എങ്കിൽ ശരി, തന്നാട്ടെ കുഞ്ഞെ. എല്ലാ കളയും മൂർക്കണ്ട. ഞാൻ സ്നേഹത്തോടെ നീട്ടിയത് ഇവരൊക്കെ നിർബന്ധിച്ചിട്ടേ വാങ്ങിക്കുന്നതാണെന്നുണ്ടെങ്കിൽ കളയെ മൂർക്കണ്ട. ആശാനെ വരുന്നില്ലേ? ഈ ഒഴിച്ചു വെച്ചത് തീർത്തിട്ട് വേണം അടുത്തത് പൊട്ടിക്കാൻ. വരുന്നേ. അപ്പൊ പിന്നെ സന്തോഷമായില്ലേ? നിറഞ്ഞില്ലേ? ഏതാ പോയാട്ടെ. നിറഞ്ഞു തന്നെ പോണ്. അല്ലേലും അമ്മച്ചിക്ക് എന്തിനാ പണം? അതിലും വലുതല്ലേ നിങ്ങളൊക്കെ കളിച്ച നാടകത്തിന്റെ രസം.
ശരിയായില്ല പെൺകുട്ടി. എന്തോന്ന് പണം നീട്ടിയ സ്ഥിതിക്ക് നീ അടുത്ത് കൊടുക്കണമായിരുന്നു. നീ എന്തിനാ ആൾക്കാരെ നോക്കണം? അവര് നിന്നെ കാണാനല്ലേ വന്നത്. അതെ, ഇതൊരു മുതൽ ഉണ്ണാൻ വെച്ചിട്ട് അരി തീർന്നു എന്ന് പറഞ്ഞ പോലെ. നിന്നെ വിഷയത്തിലേക്ക് വിളിച്ചോ? ഫ്രാൻസിസ് മോഹനെ വിളിച്ചോ? പിന്നെ ഭാഗവതർ പറഞ്ഞു ഞാനെങ്കിൽ ശരിക്കും ഒരു കാലത്ത് നിങ്ങൾ എനിക്ക് തന്ന ഉപകാരങ്ങളെ ഓർത്തു. പക്ഷെ എന്റെ കാര്യത്തിൽ പറയാൻ ഈ ഫ്രാൻസിസ് മോഹനെ ആരാ? ഇവരൊക്കെ ആരാ? അതിന് ഞാൻ എന്നെ പറയുന്ന വേലിക്കുട്ടി ഒത്തിരി നെമ്പടി കൈപ്പെടാത്ത ആളാണെന്ന് ഇയാൾ പറഞ്ഞില്ലേ? അത് ഉള്ളതല്ലേ, അതൊരു മതിപ്പല്ലേ? അതെ, എനിക്കൊരു മതിപ്പ് തന്നെ. പിന്നെ പക്ഷേ നീയൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. എന്തുകൊണ്ട്? അസൂയ. കൂട്ടത്തിൽ ഞാൻ കൂടുതൽ പണം പറ്റുന്നതിന്റെ അസൂയ. എന്റെ വേലിക്കുട്ടി എന്ത് അസൂയ? ഇതൊക്കെ നിന്റെ കഴിവ്, നിന്റെ ഭാഗ്യം. അങ്ങനെ ഇവിടെ എല്ലാവരും കരുതിയിട്ടുള്ളൂ. അത് ഭാഗവതരുടെ ശുദ്ധ മനസ്സ്. പക്ഷെ ഈ മൊലാലി ഫ്രാൻസിസ് അമ്മയിൽ പറയാനുള്ള കാരണം എനിക്കറിയാം. ഞാന് ഇദ്ദേഹത്തിന്റെ കലാസേവാദനത്തില് അഭിനയിക്കാൻ 1500 രൂപ മുൻകൂർ പറ്റിയിരുന്നു. എനിക്കറിയാം അതിത്തിരി കൂടുതലാണെന്ന്. പക്ഷെ സൗകര്യം ഇല്ലെങ്കിൽ തരായിരിക്കണം. തന്നെ ഇങ്ങനെ കൊടുത്തു വെച്ച് വർത്തമാനം പറയല്ലോ വേണ്ടത്. എന്ത് കൊടുത്ത്? എന്റെ വേലിക്കുട്ടി, നീ പറഞ്ഞ പണം ഞാൻ അപ്പോഴേ തന്നത് മനസ്സുള്ളത് കൊണ്ടല്ലേ? അത് എന്റെ കച്ചവടക്കട്ട്. തനിക്കറിയാം ഈ വേലിക്കുട്ടി അഭിനയിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ താൻ ഏത് ഓണം കയറി അത്തുരുത്തി പോയി പൊട്ട കിട്ടിയാലും ആള് വരുമെന്ന്. അങ്ങനെ മുടക്കിയതും അതിന്റെ 10 ഇരട്ടി സമ്പാദിക്കാവുന്നു. ആണ്, അങ്ങനെ തന്നെയാണ്. അത് എന്റെ കള്ളത്തരമല്ല, നിന്റെ കഴിവിൽ എനിക്കുള്ള വിശ്വാസമല്ലേ വേലിക്കുട്ടി? അല്ലെങ്കിൽ ഈ മുതലാളിക്ക് ഈ ചവറെ കൊണ്ട് സീത ചെയ്യിപ്പിച്ചപ്പോഴായിരുന്നു. ശരി, എല്ലാവർക്കും ഉണ്ട് എന്റെ കാര്യത്തിൽ ഒരു കുത്തിക്കിഴപ്പ്. ഞാനേ ഈ നാടകം വിട്ടാ എല്ലാവരും നെല്ലം തീരുമല്ലോ. എന്റെ വേലിക്കുട്ടി, ഇപ്പൊ ഇതൊക്കെ പറയാൻ എന്താ ഉണ്ടായി ഇവിടെ? ഭാഗവതരൊന്നും പറയണ്ട. ഭാഗവതർക്കും ഞാൻ നായകരെക്കാളി 10 ഇരട്ടി ശമ്പളം മേടിക്കുന്നതിന് ദണ്ഡം ഉണ്ടായിരുന്നല്ലേ? എന്താ വേലിക്കുട്ടി ഇതൊക്കെ? എനിക്ക് എവിടുന്നേലും കുറച്ച് പണം ഉണ്ടാക്കി ഇയാളെ നിന്ന് മേടിച്ച അഡ്വാൻസ് തിരികെ കൊടുക്കണം. വേലിക്കുട്ടി, അടുത്തോ തന്റെ ഒരു നാടകം വേണ്ട, ഒരു മണ്ണാകട്ടം വേണ്ട. വല്ല ഋഷികേശിലേക്കോ ഹരിദ്വാറിലേക്കോ തീർത്ഥാടനം പോണാ നല്ലത്. ചതിക്കണ വേലിക്കുട്ടി, ഞാൻ കെട്ടുപോകും. വേലിക്കുട്ടി വേണ്ട, ഇപ്പൊ വിളിക്കാൻ നിൽക്കണ്ട. അയാളെ കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ടാ. അത് അഹങ്കാരം കൊണ്ട് കൂടിയിട്ടേ. ഏയ്, അന്ധമായ ആരാധന, സ്തുതിവാക്കുകൾ, മദ്യം, ഇതൊക്കെ തന്നെ കലാകാരന്മാരെ മത്തു പിടിപ്പിക്കുന്ന ലഹരികളാണ്. മൊത്തം മാറ്റി മറിക്കുന്ന ലഹരികൾ. ആ, കുറച്ചു കാലായി വേലിക്കുട്ടി അതിന്റെ പിടിയില്ല. കുടിക്ക് വേലു കുടിക്ക് വിഷമിക്കണ്ടടാ, കുടിക്ക്. കലൂർ ഫ്രാൻസിസ് ചമ്മണി അറിവിലേക്കായി ഓച്ചിറ ശിവപ്രസാദ് വേലുക്കുട്ടി എഴുത്ത്. അങ്ങയുടെ കലാസേവാദളം സമിതിയുടെ രാമായണം നാടകത്തിൽ അഭിനയിക്കാൻ മാനസികമായി ഞാൻ ഒരുക്കമല്ലെന്ന് ഇതിനാൽ അറിയിക്കുന്നു. ഇപ്പോൾ ഋഷികേശിലേക്ക് യാത്ര പോകുന്ന ഞാൻ തിരിച്ചു വരുന്ന മുറിക്ക് മുൻകൂർ പറ്റിയ പണം തിരിച്ചു നൽകുന്നതാണ്. സ്വാമി പിടിച്ചു, അത്ര പറഞ്ഞാൽ മതിയോ സ്വാമി? രാവണന്റെ ഈ ചന്ദ്രഹാസം പോലെ ഇവിടെ തൂക്കം കിട്ടണം. ഒരുപാട് വാനരപ്പുഴകളെ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് വീഴ്ത്തണം. ചന്ദ്രഹാസം വിളക്കി ഇങ്ങനെ സീതയെ വിറപ്പിക്കാനുള്ളതല്ലേ? എന്റെ പൊന്ന് ശ്യാമുവിനെ ആദ്യം ഒരു സീതയെ കിട്ടട്ടെ, എന്നിട്ട് ആലോചിക്കാം ഈ വിറപ്പിക്കലൊക്കെ. സീത വരുമല്ലോ, സ്വാമി പത്രത്തിൽ പഠിച്ചു കൊടുത്തിട്ടുള്ളൂ എന്നല്ലേ പറഞ്ഞേ. അങ്ങനെ വിളംബരപ്പെടുമ്പോഴേക്കും വരാനിരിക്കുവാണോ ഈ സീതമാരി? എങ്കിൽ കൊള്ളാമല്ലോ.
അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ഒരു എത്തും പിടിയും കിട്ടാൻ നിൽക്കുന്നത്. ഞാൻ ഇനി സീതയുടെ വേഷം എടുക്കണോ അതോ മണ്ടോദരിയുടെ വേഷം എടുക്കണോ? എന്തായാലും വേലുക്കുട്ടി പോയി ചിരിക്കും. ഇനി ഈ ദുനിയാവ് മുഴുവൻ അന്വേഷിച്ചാലും ഇത്ര മെനയുള്ള ഒരു സീത ഇനി നിങ്ങൾക്ക് കിട്ടാൻ പോണില്ല. അതെ, ഏത് സീതയാണെങ്കിലും 16 സംവത്സരം കാട്ടി കഴിയുമ്പോ ഇച്ചിരി മാറ്റമൊക്കെ സംഭവിച്ചൂലേ? അങ്ങനെ യുക്തിപരമായി കണ്ടൂടെ? നല്ലൊരു പെണ്ണായത് കൊണ്ട് തന്നെയാണ് ഗംഗാ മഹാറാണിയ മണ്ടോദരിയുടെ വേഷം തന്നെ ഏൽപ്പിച്ചത്. പിന്നെ ഓച്ചിറ വേലുക്കുട്ടിക്ക് പകരം മറ്റൊരു പെണ്ണടനെ തിരയുന്നതിനേക്കാൾ നല്ലത് ഒരു യഥാർത്ഥ പെണ്ണഭിനയത്തെ കണ്ടെത്തുന്നതാണ്. അതുകൊണ്ടാണ് പത്രത്തിൽ അങ്ങനെ ഒരു പരസ്യം കൊടുത്തത്. അങ്ങനെ നാടത്തേക്ക് ഒരു പെണ്ണുങ്ങൾ ഇല്ലാത്തതല്ലേ ഞാനും വേലുക്കുട്ടിക്ക് ഇങ്ങനെ പെൺവേഷം കെട്ടി നടക്കണത്. ഇനി വന്നു കൊടുക്കുന്നുണ്ടോ? അതന്നെ, നീ ഉള്ള സമാധാനം കളയല ചേർന്ന്. ഇത്രയും പണങ്ങളൊക്കെ ഇനി പ്രതീക്ഷിക്കാനുള്ള അവകാശം പോലും ഇല്ലേ? മുതലാളി, പ്രതീക്ഷ കൈവിടണ്ട. ഇപ്പൊ തമിഴ് നാടകത്തിലൊക്കെ പെണ്ണുങ്ങൾ അഭിനയിക്കുന്നുണ്ടല്ലോ. കേടോ കിഴങ്ങത് തമിഴ് സെറ്റ്. ഇത് മലയാള സെറ്റ്. ഫ്രാൻസിസ് ചമ്മണിയുടെ സേവാദാനം മലയാള സെറ്റ്. എന്താ ഇവിടെ പത്രപരസ്യം കണ്ട് പെണ്ണുങ്ങൾ വന്നു കൊടുക്കുന്നുണ്ടോ? കളയാണോ മുതലാളി? അവൻ പറയുന്നതിലും കാര്യങ്ങള് നാടകം നമ്മുടെ നാട്ടുകാർക്കൊക്കെ കാണാൻ നല്ല പ്രിയമാണ്. പക്ഷേ അഭിനയിക്കാൻ സ്വാമികളെ വിളംബരം കൊടുത്ത് ദിവസം എത്രയായിട്ടും അനക്കമൊന്നുമില്ലാത്ത സ്ഥിതിക്ക് കാശ് ഇത്തിരി അധികം കൊടുത്തിട്ടാണെങ്കിലും കുട്ടീശ്വര സ്വാമിയെ കേരള നടന സഭയിൽ നിന്നും വലിച്ചാലോ? മറ്റൊരു സെറ്റിനെ ചതിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പക്ഷേ രാമായണമാണ് ചെയ്യുന്നതെങ്കിൽ ഒരു യഥാർത്ഥ സീത തന്നെ വേണം. ലക്ഷണമൊത്ത സീത. ഒന്നുകിൽ വേലുക്കുട്ടി, അല്ലെങ്കിൽ ആദ്യമൊക്കൊരു മറ്റുള്ളവരെ വെച്ച് പരീക്ഷിക്കാനാണെങ്കിൽ വേറെ നാടകം നോക്കണം. മാറ്റി ചിന്തിക്കുകയാണെങ്കിലേ നമുക്ക് ശ്രീകൃഷ്ണൻ നോക്കാം. എനിക്ക് കംസനാകാതെ കുട്ടികളെ കൊല്ലുന്നതിനൊക്കെ ഞാൻ കുറുക്കും. എങ്കിൽ നമുക്ക് വിഷയായർത്ഥം നോക്കിയാലോ സ്വാമി? അങ്ങനെയാണെങ്കിൽ നമുക്ക് കുചേല ചരിത്രം നോക്കാം. ഓ എന്റെ പൊന്നേ, ഇനി കുചേലന്റെ ഉണങ്ങി മെല്ലിച്ച ഭാര്യയാവാനുള്ള സൗന്ദര്യം കൂടി ഇല്ലെന്ന് പറയോ? അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. ഞാൻ കുചേലന്റെ ഭാര്യയുടെയും തൊഴിലായിക്കോളാം. നമുക്ക് പിന്നെ ശരീരവും ഒന്നും ഇല്ലല്ലോ, എല്ലാം മടുത്തു. ഒരാളും അത് തിരിച്ചറിയുന്നില്ലല്ലോ ഈശ്വരാ. ഈ പാവപ്പെട്ട നെഞ്ചിനെത്ര സൗന്ദര്യം മുന്നിൽ വരുന്നത് നമ്മുടെ കൊച്ചന്റെ നാരായണൻ. മുന്നിൽ വരുന്ന സ്ത്രീ ഈശ്വരാധീനം ഉണ്ടെങ്കിൽ അത് നമ്മുടെ സീത തന്നെയായിരിക്കും. സീത എന്റെ പൊന്നെ ഗണേശന, അയാളുടെ ഭാര്യയായിരിക്കും. എങ്ങോട്ടെങ്കിലും പോണ വിളിച്ച് വെറുതെ കേട്ടിട്ട് പോകുന്നതായിരിക്കും. എന്റെ ശവരെ, ഞാൻ ആഗ്രഹിച്ചോട്ടെ. ഇവരുടെ കാര്യമൊന്നും പറയാതിരിക്കാൻ വേണ്ടെന്ന് പറയണം. ആട്ടെ, നീയും നിന്റെ ഭാര്യ എവിടെ നിന്നാണ്? ഭാര്യ വീട്ടിൽ വരുന്ന കഴിയാ? എന്റെ ഭാര്യയോ ഈശ്വരാധീനം കൊണ്ട് ഞാനിതുവരെ കല്യാണം ഒന്നും കഴിച്ചിട്ടോ. അപ്പൊ പിന്നെ പെങ്ങളായിരിക്കോ? പെങ്ങളാ, പക്ഷേ എന്റെ അല്ല. സ്വാമികളെ, ഇത് ലക്ഷ്മി പള്ളിത്തിയിലാണ് വീട്. നമ്മുടെ നാടകത്തിൽ അഭിനയിക്കാൻ താല്പര്യപ്പെട്ടു വന്നതാണ്. എനിക്ക് ഈ കുട്ടിയോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ തുടക്കത്തിൽ സഭാകമ്പം കാണും. ശരിയാണ്, സ്വാമി പറഞ്ഞത് ശരിയാണ്. പ്രത്യേകിച്ചും എന്നെ പോലെ ഉഗ്രരൂപമുള്ളവരെ കാണുമ്പോൾ ഇതുപോലുള്ള കുട്ടികൾക്ക് സഭാകമ്പം തോന്നാൻ സാധ്യത കൂടുതലാണ്. ഞാൻ തുരുത്തുമേ ശാമ്പൽ രാവണനാണ് നാടകത്തിൽ. രാമോനെ, റെഡി, ഒരുപ്പെട്ട റെഡി. മാറിക്കോ. റെഡി, നിന്നെ ഞാൻ കണ്ടേ.
നോക്കാനാ ഫ്രാൻസിസേ, മനസ്സിലായി. ഞാൻ പോണേ. ലക്ഷ്മി പറഞ്ഞില്ല. പള്ളത്തിലാണ് വീട്. അച്ഛൻ നേരത്തെ മരിച്ചുപോയി. അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്. നാടകത്തിന് സൗന്ദര്യം മാത്രം പോരാ, നടിക്കാൻ അറിയണം. സംഗീതം നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ലക്ഷ്മിക്ക് സംഗീതം പറഞ്ഞോളൂ. സംഗീതം അറിയാം. നേരത്തെ ഒരു പള്ളിക്കുളത്തിൽ പാട്ട് പഠിപ്പിച്ചിരുന്നു. ഇപ്പോഴില്ല. പിന്നെ നടനം അഭിനയിക്കാൻ ശീലിച്ചിട്ടില്ല. പരിശ്രമിക്കാം. ഞാനും ശ്രമിക്കാം. സംഗീതത്തിൽ ലക്ഷ്മിക്കുള്ള ജ്ഞാനം അറിയാൻ വേണ്ടി മാത്രം ഏതെങ്കിലും ഒരു വീർപ്പൊന്ന് മൂടി കാണിച്ചാല് നാരായണൻ മൃഗം കൊടുക്കാം. തുടങ്ങിക്കോളൂ. കാമാക്ഷി കാമാക്ഷി കാമകോടി പീഠവാസിനി മാമവ കാമാക്ഷി കാമകോടി പീഠവാസിനി മാമവ കാമാക്ഷി കാമകോടി പീഠവാസിനി മാമവ കാമാക്ഷി കൗമാരി കുസുമാതുതി ഹേമാഹരണ ഭൂഷണി കൗമാരി രിഗരി രിഗരി ചിരരി നിരിഗരി സനിധാനി സരിഗരി നാരി സനി ധനി സരി ഗമാരി സനി ഗപമാരി സാരി ഗമ പദനി സരി ഗാരി സനി ധനി സരി ഗരി സനി ധനി നിന്നി രി സനി ഗപ ദ ദ ദ സനി ഗപ మ പ പ പ ഗരി സനി ധനി നി രി സനി ഗപ ദ ദ സനി ഗപ మ പ പ ഗരി സനി ധനി രി സനി ഗപ ദ സനി ഗപ మ പ ഗരി സനി ധരി സനി ഗപ ഗ మ പ ധ നി കൗമാരി ഇതിലാരാ ലക്ഷ്മി? ഇക്കൂട്ടത്തിൽ ഏതാണ് ലക്ഷ്മി എന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ ഹേമാൻ? ഈ നിൽക്കുന്നതാണ് ലക്ഷ്മി. എന്താ കാര്യം? ഈ ലക്ഷ്മിയെ കുറിച്ച് ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. ആർക്ക് പരാതി? ഇവക്കടെ ഭർത്താവ് മാനാത്തോടി മണിയൻ 39 വയസ്സ്. എവള് വീട്ടിൽ നിന്നും പറയാതെ വ്യഭിചാരത്തിന് പോകണമെന്നും പറഞ്ഞു. ഇവളെയും കൂട്ടി വരാൻ പറഞ്ഞിരുന്നു എസ്. നീ വരുന്നോ അത് ഞാൻ കൊണ്ടുപോകണം. ഞങ്ങളൊക്കെ വരാം. താൻ അങ്ങനെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടണ്ട. വാ ലക്ഷ്മി. കാര്യം എന്താന്ന് അറിഞ്ഞിട്ട് അടുത്ത കാര്യം നടക്ക പോലീസെ. ഫ്രാൻസിസും വരാം.
എന്റെ കേസ് എന്തായാലും ഓ ഇന്റെ വേണ്ട ഓടിപ്പോയ കേസല്ലേ ഓര് വന്നിക്ക കൂട്ടാൻ പോയ സിപായി ആരേനും അല്ലോ സത്യത്തിൽ ആരുടെ കൂടെ ഇന്റെ വേണ്ട ഒളിച്ചോടി പോയത് ഓക്ക് ഒളിസേവാളതുണ്ടായിനോ മോഹഭക്ത് പ്രേമം പെണ്ണുങ്ങൾ എന്തായാലും ഒറ്റയ്ക്ക് ഒളിച്ചോടി പോവാറില്ല ഇന്റെ അറിയില് ഓക്ക് വല്ല ലോകക്കാരോ മറ്റിടപാടുകൾ അങ്ങനെ വല്ലതും ആ ഒരു പൊട്ടോളെ അമ്മാതിരി കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. ചിലപ്പോ ഉണ്ടാവും. കൊച്ചഞ്ചേരി നാരായണ കൂടെ ഓള് പോയിട്ടുള്ളത് നാടകത്തിലേക്കുമാണ്. നാടകം എന്ന് പറയുമ്പോ ഹേമാൻ അറിയാലോ, കുടിയും കൂട്ടിക്കൊടുപ്പും വ്യഭിചാരം ഇതൊക്കെയാണല്ലോ ഈ നാടകം. അവന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തനാ ഈ പറഞ്ഞ കൊച്ചഞ്ചേരി നാരായണൻ. അവന് കിടത്തി വെച്ച് പൊട്ടണ ചെണ്ടയുണ്ടല്ലോ, എന്താ അത് വായിക്കുന്ന അവൻ ഇനി എന്റെ പെണ്ണിന്റെ കാമുകനാണോ കൂട്ടിക്കൊടുപ്പുകാരനാണോ ഇതൊന്നും എനിക്കറിയില്ല. എന്തായാലും പോയിട്ടുള്ളത് ഈ നാരായണന്റെ കൂടെ. ഞങ്ങള് കണക്കരാ. എന്തായാലും ഞങ്ങള് കാര്യങ്ങൾ പഠിച്ചിട്ട് ഇന്ന് ജന്മിയുമായി ആലോചിച്ച് മൂപ്പർ എന്താണോ പറയുന്നത് അതനുസരിച്ച് ചട്ടപ്പടി നടപടിയെടുക്കാം. എന്താ ഒരേ നിയമൊന്നും പണ്ടത്തെ പോലല്ല, ഭയങ്കര കഴിച്ച. അതിനനുസരിച്ച് കാര്യങ്ങളിൽ നടപടിയെടുക്കാൻ പറ്റൂ. ആ കണക്കപ്പെണ്ണ് കിട്ടിയിട്ട് സർ, അവളെ കൊണ്ടുപോയി ഈഴവനും നാടകം നടത്തുകാരൻ കത്തോലിക്ക മാപ്പിളയും നാടകം എഴുതിയാണ്. അത് നായരാണി. അങ്ങനെ എല്ലാം വന്നിട്ട് സർ. ഒരു കാര്യം ചെയ്യും, ആ കണക്കപ്പെണ്ണിനെയും അവളെ തട്ടിക്കൊണ്ടുപോയ ഈഴവനെ മാത്രം വിളിച്ചാൽ മതി, ബാക്കിയുള്ളവരെ നിൽക്കട്ടെ. നോക്ക്, ഞാൻ അവനെ ചോദ്യം ചെയ്യും. ഒരു അക്ഷരം മിണ്ടാതെ അത് വീഡിയോ മത്സരം കുത്തിയിരുന്നാണ്. അയ്യോ, ഞങ്ങളെ പോലുള്ളവർക്ക് ഇങ്ങനെ തുറസായ സ്ഥലത്ത് വലിക്കാവോ? പോലീസ് സ്റ്റേഷനായിട്ട് കുഴപ്പമില്ല, ആസ്പത്രി പറ്റില്ല. നീ ഇപ്പൊ ആദ്യമല്ലേ? ആണോ? അല്ലേ? അല്ലേ? ആണ്. ആണല്ലേ? സ്റ്റേഷനിൽ വാദിക്ക് പോലും സമയാസമയമാവാനും ചോദിച്ചിട്ടേ പാടുള്ള നിയമം. നീ ഇപ്പൊ വാദിയല്ലേ, ഈ വലിച്ചോ. നിയമൊന്നും പണ്ടത്തെ പോലല്ല, ഭയങ്കര കഴിച്ച. രണ്ടാൾക്ക് ക്ഷയമുണ്ടോ? ഒരു വല്ലാത്ത ഈ ഇവിടെ തട്ടിക്കൊണ്ടുപോയതാണല്ലോ ഇവിടെ ആ എനിക്ക് വെട്ടി കൊടുക്കുന്ന പരാതി. ഞാനെവിടാ ആളിവിടെ ഉണ്ടല്ലോ സാർ, ചോദിച്ചു നോക്കാം. ഇങ്ങോട്ട് ചോദിച്ചത് സമാധാനം വേണം. ഓരോടെ പച്ച വെക്കണമെന്ന് എനിക്കറിയാം. ഞാൻ ആരെയും തട്ടിക്കൊണ്ട് പോയിട്ടില്ല സാർ. ഇവന്റെ കൂടെ തന്നെയാണ് ഈ ഇന്നോട് ചോദിക്കുന്ന സമാധാനം പറഞ്ഞാൽ മതി. ഈ ഇല്ലെങ്കിൽ ആ ചോറിനോട് ചേർത്ത് തേമ്പ് ഞാൻ
ഈ ഇവിടെ തട്ടിക്കൊണ്ട് പോയിട്ടില്ല. പിന്നെ ഇവിടെ നിന്റെ കൂടെ ഇറങ്ങിപ്പോന്നതാണോടാ? അങ്ങനെ നിന്റെ കൂടെ ഇറങ്ങിപ്പോരാൻ മാത്രം ഇവളിന്റെ രഹസ്യക്കാരിയാണോ? ഇവൾ നിന്റെ മാറ്റമാണോ? ആണ്. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. ചിലക്കാണല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. തല്ലാനും കൊല്ലാനും ഒക്കെ എനിക്കറിയാം. എന്നടി പറഞ്ഞ് നിങ്ങൾ നമ്മൾ ഇഷ്ടത്തിലാണെന്നോ? ആയിരിക്കുന്ന മുതൽ നിന്നെയാണടി. നാട്ടിലെ ഭാര്യമാരൊക്കെ തോന്നിയ പോലെ ഇഷ്ടക്കാരോടൊപ്പം ഓടിപ്പോകാൻ തുടങ്ങിയാൽ പിന്നെ ഭർത്താക്കന്മാരെന്ന് പറയുന്ന ഉണ്ണാക്കന്മാരൊക്കെ എന്താ കൊടി? ഈ സമാധാനം പറ. ആ മുതൽ ഒരാളെ വന്ന് വൃത്തിയിരിക്കണതാ. എന്നെ കെട്ടിയവനൊക്കെ ഓളെ കാണാനില്ലെന്ന് പറഞ്ഞു. അതിന് ഞാൻ എന്താ കണ്ടിരുന്നു? ഇയാളെ ഉപേക്ഷിച്ച് പോയിട്ട് കൊല്ലരൊക്കെ കഴിഞ്ഞതാ സാറേ. എന്നിട്ട് ഞാനിവിടെ പരാതിയായിട്ട് വന്നില്ലല്ലോ. ഇനി നീയായിട്ട് എനിക്കൊരു ബന്ധമില്ല പറഞ്ഞു പോയി ഇയാള്. അപ്പൊ എന്തിനാ ബന്ധം പറഞ്ഞു വന്നിട്ടില്ലെന്ന് എനിക്ക് അറിയാമല്ലോ സാറേ. എന്താണ് ഓളി പറയണത്? ഈ 2 കൊല്ലമായി ബന്ധം ഒഴിച്ചിരിക്കുമെന്നോ? അത് പിന്നെ ഭാര്യമാരാകുമ്പോ ചില തന്നിരിപ്പണക്കോ മാറി നിൽക്കലൊക്കെ സ്വാഭാവികമല്ലേ മാനെ? സൗന്ദര്യപ്പെടുക്കോ? അതും 2 കൊല്ലം. എന്താ ആള് മതിയാക്ക? മാറി നിന്നതൊക്കെ നേരെന്നാ മാനെ? ഇവിടെ സ്വഭാവം അറിയാത്തോണ്ടാ. എടാ ഇവ എന്റെ ഭാര്യയല്ലോ, എന്റെ അല്ലല്ലോ. പിന്നെ എനിക്കെങ്ങനെയാണ് ഇവിടെ സ്വഭാവമാണെന്ന്? ആണല്ലോ. അങ്ങനെ 2 കൊല്ലമൊക്കെ പിരിഞ്ഞിരിക്കാൻ അത്രയ്ക്ക് കുഴപ്പക്കാരിയാണ് ഇവള്. എന്തൊക്കെ കുഴപ്പമില്ല ഇവിടെ സ്വഭാവത്തിലുള്ളത്. അത് പിന്നെ ഇവിടെ ഇടക്കിടക്ക് ഇടയ്ക്കിടയ്ക്ക് പാട്ടൊക്കെ പാടുക മാനെ. ഒരുമാതിരി വൃത്തികെട്ട ശാസ്ത്രീയ സംഗീതം. അമ്പലങ്ങളിലൊക്കെ പോയി കച്ചേരി നടത്താം. അത്രയും ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ കൊണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞ് പാടുക. അത് കേട്ട് കുറെ ആൾക്കാർ കൈയടിക്കാം. ഇതൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് അമ്മന്. ഇനി പാടാൻ പാടില്ലാന്ന് പറഞ്ഞേ ഇവിടെ എന്നോട് വഴക്കെടുക്കുക വരെ ചെയ്തു. അത് പിന്നെ ഇനി പാട്ട് പാടി എന്നെ കൊന്നു കളയെന്ന് പറഞ്ഞ് അടിക്കുകയും ചവിട്ടും ഒക്കെ ചെയ്തപ്പോഴാ സാറേ എനിക്കെല്ലാം പറയേണ്ടി വന്നത്. ഞാൻ പാട്ട് പഠിച്ചതേ പാടാൻ വേണ്ടിയിട്ടാണ്. ചാകണ വരെ ഞാൻ പാടുന്നു. കേട്ടല്ലോ, ഓള് പറഞ്ഞത് കേട്ടല്ലോ. ഇങ്ങനെയുള്ളവളെ പിന്നെ ഞാൻ എന്താക്കാനാ? ഞാനായതുകൊണ്ട് കൊന്നില്ലെന്നുള്ളൂ. ഓളൊരു പാഠം പഠിക്കട്ടെ എന്ന് കരുതിയിട്ട് തന്നെ ഞാൻ ഇട്ടേച്ചും പോയത്. ഇവൻ ഈ പറയുന്ന കുറ്റങ്ങൾ നീ ചെയ്തിട്ടുണ്ടോടി? പാട്ട് പാടുന്നത് ഒരു കുറ്റമാണോ സാറേ? കുറ്റമാണോന്ന് ചോദിച്ചാ ശരി. ഇവന്റെ കയ്യിൽ നിന്ന് ഇവിടെ വേർപെടുത്തി നിന്റെ കൂടെ വിട്ടുതരാം. ഈ നഷ്ടം നോക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. നിനക്ക് പറ്റും. ഇവിടെ എന്റെ വീട്ടുകാരും കുടുംബക്കാരും എന്നെ ഉപയോഗിച്ചതാ, ഒരു തൊഴിലാക്കിയതാ. ഇനി നാടകത്തിന് ഇവിടെ പാടാൻ നിൽക്കാനും നിനക്ക് നോക്കാതിരിക്കാനുള്ള നിയമങ്ങൾ ഉണ്ടാക്കണം അല്ലേ? വല്ലാത്തൊരു നിയമങ്ങളാണോ ചങ്ങായി നീ പറയണത്? നിനക്ക് അവളെ നോക്കാനും പറ്റില്ല, ഓളൊരു തരത്തിൽ ജീവിക്കാനും പാടില്ല അല്ലേ? അതിനു വേണ്ട കർശന നിയമ നടപടികൾ നിനക്ക് വേണ്ടി ഞാൻ കൈക്കൊള്ളുകയും വേണമല്ലേ? ഇന്ന തമാശ കളിക്ക് കുത്തിരിക്കുകയാണോ ഞങ്ങൾ? നിങ്ങളെ അങ്ങോട്ട് വിളിച്ചത്? ആരും വിളിച്ചില്ല, ആരും വിളിക്കുന്നേ ഇല്ല. എന്താ വിളിക്കാത്തത് ചോദിക്കാനാ? വിളിക്കാതെ തന്നെ മതി. എന്താ നിങ്ങൾ വിളിക്കാത്തത്? ഏമാനപ്പുരാവിനെ ഞാനോ? ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പോലീസ് ഏമാനോട് എനിക്ക് വലിയ ബഹുമാനവും സ്നേഹവുമാണ്. കാരണം ഇൻസ്പെക്ടർ ജനറൽ ഉമ്മൻ ഫിലിപ്പോസ് എന്റെ അടിയനാണ്. ചോദിച്ചു നോക്കാനറിയാം. തന്നെയോ? ചായക്ക് പറയണേ. സ്വാമി ഇരിക്കട്ടെ. ഇത് സ്വാമി ബ്രഹ്മഭദ്രൻ.
ആത്മാനന്ദ ഗുരുവിന്റെ ശിഷ്യനാണ്. ആത്മവിദ്യാ സംഘത്തിന്റെ പ്രബോധകനാണ്. എഴുത്തുകാരൻ. അത് പിന്നെ എനിക്കറിയൂടെ? സ്വാമി ഇരിക്ക്, ചായക്ക് വരട്ടെ. ഒന്നും ഇപ്പൊ നേരമില്ല. ഈ കുട്ടിയെ എത്രയും വേഗം വിട്ടുവരണം. ഞങ്ങൾക്ക് പുതിയ നാടകത്തിന്റെ റിഹേഴ്സൽ നടന്നാണ്. അതിനെന്താ? ദാ. ഇനി എങ്ങാണ് ഇവിടെ ശല്യം ചെയ്യേണ്ടെന്നാൽ മഹാവൃത്തികെട്ടനാണ് ഇവൻ. ഇവനൊക്കെ ചിലവനും കൊടുക്കൂല. ഒരു തരത്തിൽ പാട്ട് പാടി ജീവിക്കുന്നതൊന്നും ഇഷ്ടമല്ല. വേറെ ഇടത്തിന് അവനവന്റെ വീട്ടുകാർ വേറെ പെണ്ണ് നോക്കുന്നിടത്തിന് എന്നത്തെ കള്ള പരാതിയായി വന്നിരിക്കുക. ഞാൻ വാങ്ങിയില്ല അങ്ങനെ. നീ വാറുന്ന നീ അടിക്കുന്നത്. അവസാനമായി നിന്നോട് ചോദിക്കട്ടെ, എന്തൊക്കെ പറഞ്ഞാലും നാലാളറിയ നിന്റെ കഴുത്തിൽ താലി കെട്ടാവുന്ന ഇവനാണല്ലോ. ആണോടി? ആ, ആർക്കും ഗുണവുമില്ലാത്ത ആ പാട്ട് നീ അങ്ങ് നിർത്തിക്കളാ. നിനക്ക് ചെലവിന് തരാനും കൂടെ കൊടുക്കണം. ഇവിടെ കൊണ്ട് സമ്മതിപ്പിക്കാനാണ്. എന്നെ കൊണ്ടൊന്നും പറ്റൂല. നിങ്ങൾക്ക് പറ്റും. പഠിപ്പിക്കാൻ എനിക്കറിയാം. എനിക്ക് വേണ്ട സാറേ. ഇയാളോടുള്ള വെറുപ്പ് കൊണ്ടോ മനുഷ്യന്റെ ബന്ധത്തോടുള്ള കമ്പം കൊണ്ടോ അല്ല. പാട്ട് പാടാതെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. സാറിന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അതിപ്പോ എങ്ങനെയാ പറയാ? ശ്വാസവും വെള്ളമൊക്കെ പോലെ അങ്ങനെ ഉണ്ടോ സാറേ എനിക്ക് പാട്ട്? നാടകത്തിന് സാളെ വേണമെന്ന് ഈ നിൽക്കുന്ന നാരായണൻ വന്ന് വിളിച്ചപ്പോ വേറെ ഒന്നും നോക്കാതെ ഇറങ്ങി പുറപ്പെട്ടത് പാടാനുള്ള പൂതി കൊണ്ടാണ്. ഓരോ ദിവസവും കൊട്ടകയില് അത്ര ആളുകളുടെ മുമ്പില് ഉറക്കെ പാടാലോ. സമ്മതിക്കല്ലേ മോനെ? അമ്മാതിരി തോന്നിയ പോലത്തിന് സമ്മതം കൊടുക്കലേ മോനെ? അതൊന്നും നമ്മൾ പറ്റൂല. സാറ് കണ്ടില്ലേ ഇവന്റെ സ്വഭാവം? സാറിന് ഇനിയും മനസ്സിലായില്ലേ സാർ ഈ പരാതിയിൽ യാതൊരു സത്യവും ഇല്ലെന്ന്? സത്യത്തില് ഇവർ രണ്ടു കൂട്ടരും മറിച്ച് എനിക്ക് പിടികിട്ടുന്നുണ്ട്. ശ്വാസവും വെള്ളമൊക്കെ പോലെയാണ് പാട്ട് പോലും. ശരി, നിങ്ങൾ പതിനെട്ട് പോയി വിടുവാണേ മോനെ? വീടാതെ പിന്നെ ഓളെ എനിക്ക് എന്റെ പുറയിലോട്ട് കൊണ്ടുപോകാൻ പറ്റൂടാ. നിനക്കോ വേണ്ട, നിങ്ങൾ വിട്ടുപോയി. ഈ രവന്റെ പരാതി ഞാൻ പരിഹരിച്ചോളാം. നീ അനുഭവിക്കും. നാടകക്കാരുടെ കൂടെ കൂടിയാൽ നിന്റെ ജീവിതം നരകമായിരിക്കും. നരകിച്ച് ചാവും നീ. അതിന് ഞാനിപ്പോഴും സുഖിച്ച് ജീവിക്കല്ലോ മണിയണ്ണ. നരയിക്കണ്ടേ? പിന്നെ നാടകത്തിൽ അഭിനയിച്ചാലും പാട്ട് പാടിയാലും കിട്ടുന്ന നരകം സ്വർഗം പോലെ ഞാൻ അനുഭവിച്ചോളാം. എന്നേക്കും പിരിയാണെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് പറയാം. നിങ്ങളെന്നെ ഉപേക്ഷിച്ച് പോയിട്ട് 2 കൊല്ലം ഞാൻ ആൺതുണയില്ലാതെ കഴിഞ്ഞിട്ടും ഞാൻ വഴി തെറ്റിപ്പോയിട്ടില്ല. ഇനിയൊട്ട് വഴി തെറ്റുകയില്ല. കാരണം ഞാൻ എന്റെ വഴി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നാടകം അതാണ് ഇനി എന്റെ വഴി. പക്ഷേ എവിടെയാ ഒരു കുഴപ്പം പറ്റിയെന്നറിയോ? നിന്റെ അടുക്കൽ ഒരു തരി പോലും ന്യായമില്ലാണ്ടായിപ്പോയി. നീ കെട്ടിയ മിന്നിനത്ര പോലും ഇതിന്റെ പാതി പണത്തുക്കം ന്യായം പോലും നിന്റെ അടുക്കൽ ഇല്ലാതെ. നാടകമാണത്രേ അവരുടെ വഴി. നാടകം അരങ്ങത്ത് ചിരിവേ
വേഷം കെട്ടി അണിയറയിലെ ദുഃഖം മറക്കാൻ കഥനത്തിൽ കരിമേഘ പകർച്ച വദനത്തിൽ ചായം തൊട്ട് മായ്ക്കാൻ പലരായി നമ്മൾക്കു നടിക്കാൻ ദരിദ്രനും ധനികനായി സുഖിക്കാൻ ദുരിതങ്ങളൊക്കെയും ഒഴിക്കാൻ അരങ്ങത്തു നടനായി ജീവിക്കാൻ നാടകമെന്നും ജീവശ്വാസം നാടുണർത്തുന്ന വിശ്വാസം